കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൽ ടൈം ഓഫ് ഡേ ബില്ലിംഗ് ബാധകമാണ്. ഇതിൽ ടൈം ഓഫ് ഡേ ബില്ലിംഗ് രീതി എങ്ങനെയാണ് പല ഉപഭോക്താക്കൾ അവരുടെ പകൽ സമയ ഉപയോഗം കഴിഞ്ഞ് ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കേണ്ടി വരിക. ഹൈബ്രിഡ് ഇൻവെർട്ടറിനൊപ്പം കൂടുതൽ പകൽ സമയം സോളാർ സംവിധാനത്തിൽ പീ ടൈമിൽ പവർ ഓഫ് ചെയ്താൽ ബാറ്ററിയിൽ നിന്നും 3 കിലോ വാട്ട് 5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സോളാർ സമയിലെ 4 മണിക്കൂർ നിയന്ത്രണ വിധേയമായി ഉപയോഗിച്ചാൽ KSEB നിഷ്കർഷിക്കുന്ന പ്രതിമാസ ഓഫ് ഗ്രിഡ് ആക്കിയാൽ ഉയർന്ന കറണ്ട് വേണ്ടിവരുന്ന AC, ഇൻഡക്ഷൻ, ഇലക്ട്രിക് ചാർജിംഗ് തുടങ്ങിയവയ്ക്കായി വലിയ വഴി നിശ്ചിത തുക തിരികെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും 4 മുതൽ 5 മണിക്കൂർ കൊണ്ട് ഒരു ന്യൂനതയായ ചാർജിംഗ് ഡിസ്ചാർജിംഗ് സൈക്കിൾ 100 ആംപിയർ മുതൽ 150,000 രൂപയോളം ആവുന്നുണ്ടെങ്കിൽ നല്ല BMS സംവിധാനവും വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ 10 മുതൽ 15 വർഷം വരെ ആയുസ് ലിഥിയം ബാറ്ററികൾക്ക് ലഭിക്കുന്നു. 4 മുതൽ 5 മണിക്കൂർ മാത്രം മതി എന്നുള്ളതാണ് മറ്റൊരു മേന്മ. ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഉദ്ദേശം 60 കിലോ ബാറ്ററി സിസ്റ്റത്തിൽ സംഭരിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ഗ്രിഡ് കണക്ഷൻ